ശ്രീ സന്ദീപ് വചസ്പതി, ആ പറഞ്ഞിടത്താണ് ഞാൻ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയും. ആ പറഞ്ഞ ഇടത്താണ് ഈ ആഹ്ലാദം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം സാധ്യമായി എന്നില്ല. തീർച്ചയായിട്ടും ട്രയൽ റണ്ണാണ്, അതിനി നടക്കും. ഇപ്പോൾ വന്നത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഈ ചരക്ക് ലൈനറായ മാസ്ക് ലൈൻസിൻ്റെ മദർഷിപ്പാണ്. പിന്നാലെ നമ്പർ 1 വരുന്നു, അതും ട്രയൽ. ഒരു പക്ഷേ 2-3 മാസം അങ്ങ് പറഞ്ഞതുപോലെ ആ തീയതി പോലും പ്രഖ്യാപിച്ചിട്ടില്ല, ഉദ്ഘാടനം അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിക്കൽ. അപ്പോൾ പോലും ഒരു ഘട്ടം, ആദ്യ ഘട്ടം മാത്രമേ ആവുന്നുള്ളൂ. പല ഘട്ടങ്ങളായി ഇത് വികസിപ്പിക്കാനുണ്ട്. പക്ഷേ രാഷ്ട്രീയം വേണ്ട എന്ന് അങ്ങും പറഞ്ഞു, ഞാനും രാഷ്ട്രീയം കാണുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഇതിലുമുണ്ടായിരുന്നില്ലേ സന്ദീപ് ഒരു രാഷ്ട്രീയം? ഇതിലുമുണ്ടായിരുന്നില്ല, ഇത് തകർക്കാൻ ശ്രമിച്ചതിൽ ഉണ്ടായിരുന്നില്ല സന്ദീപ് ഒരു രാഷ്ട്രീയം? തീർച്ചയായും അവിടെയാണ് നമ്മൾ ഇതിൻ്റെ രാഷ്ട്രീയം പറയാൻ നിർബന്ധിക്കപ്പെടുന്നത്. കാരണം ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, ഈ ഒരു ആവേശം കാണുമ്പോൾ, അല്ലാതെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൻ്റെ ട്രയൽ നടത്തുന്നത് ഒന്നും ആഘോഷിക്കപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന അഭിപ്രായത്തിലല്ല ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് പറയുക, നമ്മൾ ഉത്സാഹ കമ്മിറ്റിക്കാരായി നിൽക്കുന്ന ആൾക്കാർ, ഇപ്പോൾ കൊടിപിടിച്ചു മുന്നിൽ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇവരുടെ മുൻകാല ചെയ്തികൾ എന്തായിരുന്നു എന്ന് പരിശോധിക്കാൻ നാം ഒരു നിർബന്ധിക്കപ്പെടുകയാണ്. ഇവിടെ ഇപ്പോൾ ശ്രീ ഏലിയാസ് ജോൺ വളരെ കൃത്യമായി പറഞ്ഞു ചൈനീസ് ഇടപെടലുകളെ പറ്റി. എനിക്ക് തോന്നുന്നു 2007 ക്ഷണിച്ച ഒരു കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് അന്ന് നമുക്ക് കേട്ടിട്ടുണ്ടാവും മുംബൈയിലെ സൂം ഡെവലപ്പേഴ്സ്, ഇന്ത്യയിലെ മുംബൈയിലെ സൂം ഡെവലപ്പേഴ്സും ചൈനയിലെ കായിദി ഇലക്ട്രോണിക്സ് പവർ കമ്പനിയും, മുമ്പ് പറഞ്ഞതുപോലെ ചൈനീസ് ഗവൺമെൻറ് നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ചൈന ഹാർബർ എഞ്ചിനീയറിംഗ് കമ്പനി CHEC, ഇവർ 3 പേരും ചേർന്നുള്ള ഒരു കൺസോർഷ്യമായിരുന്നു ഈ ടെൻഡർ നടപടികൾ അല്ലെങ്കിൽ കൊട്ടേഷൻ വിജയിച്ച് ഇന്ത്യയിലേക്ക് അവരുടെ വരവ് ഏകദേശം ഫൈനൽ ക്ലിയറൻസിന് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് അന്ന് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന AK ആന്റണി, അദ്ദേഹത്തിന്റെ പേര് നാം പറയാതെ പോകുന്നത് ശരിയല്ല, അന്ന് UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് കമ്പനികളുടെ ചൈനീസ് ബന്ധം അല്ലെങ്കിൽ രാജ്യസുരക്ഷ. കാരണം ഇന്ത്യക്ക് ഏറ്റവും കൂടുതലുള്ള അതിർത്തി എന്നുള്ളത് സീ ബോർഡറാണ്. അപ്പോൾ സ്വാഭാവികമായി കര അതിർത്തിയെക്കാട്ടിൽ കൂടുതൽ കടൽ അതിർത്തിയുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. അതുകൊണ്ട് അതുമാത്രവുമല്ല, ഏതൊരു രാജ്യത്തിൻ്റെയും സെക്കൻഡ് ലെയർ സെക്യൂരിറ്റി എന്നുള്ളത് നാവികസേന തന്നെയാണ്, അപ്പോൾ കരസേന കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ രാജ്യസുരക്ഷയുമായി ബന്ധമുള്ളത് കൊണ്ട് ചൈനീസ് കമ്പനികളുടെ കൺസോർഷ്യം പറ്റില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ, അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, രാജ്യസുരക്ഷയെ മുൻനിർത്തി അതിനെ റദ്ദ് ചെയ്തപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ ഭരണകക്ഷിയുടെ പ്രതികരണം എന്ന് നോക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും. എനിക്കൊന്ന് അന്നത്തെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കാരാട്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനും പ്രകാശ് കാരാട്ടും അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ അതിശക്തമായ നിശിതമായ വിമർശനമാണ് അഴിച്ചുവിട്ടത്. കാരാട്ട് പറഞ്ഞത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ കരാർ റദ്ദ് ചെയ്തത്. കാരണം ചൈനീസ് കമ്പനി ഇന്ത്യയിലേക്ക് വന്നാൽ എന്താണ് കുഴപ്പം? കാരണം നേരത്തെ തന്നെ അന്ന് തൊട്ട് മുൻപ് ഭരിച്ച BJP സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന ശ്രീമാൻ ജോർജ് ഫെർണാണ്ടസ്, അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയുടെ 1ാം നമ്പർ എനിമി ചൈനയാണ്, പാകിസ്ഥാൻ അല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ച് തന്നെയായിരുന്നു പിൽക്കാലത്ത് ഇന്ത്യൻ സർക്കാരിന്റെ പ്രതിരോധ നയങ്ങൾ പോലും രൂപീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ സാഹചര്യത്തിലാണ് അന്നത്തെ സർക്കാർ പ്രതിരോധ വകുപ്പ് ഇത് റദ്ദ് ചെയ്തത്. പക്ഷേ അത് മനസ്സിലാക്കാൻ അന്ന് VS അച്യുതാനന്ദനോ പ്രകാശ് കാരാട്ടിനോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ബോധ്യം അവരെ സമ്മതിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അന്ന് അവർ കേന്ദ്ര സർക്കാരിനെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചു. കാരണം ചൈനീസ് കമ്പനി വരണം, അവർക്ക് വിഴിഞ്ഞം നടക്കുമോ ഇല്ലയോ എന്നൊന്നും ആയിരുന്നില്ല, ചൈനീസ് കമ്പനി ഇന്ത്യയിൽ വന്ന് നടത്തിയാൽ എന്തായിരുന്നു എന്നായിരുന്നു അന്നത്തെ ചോദ്യം. അപ്പൊ ചൈനയെ കൊണ്ടുവരാൻ വേണ്ടി ചുവന്ന പരവതാനി വിരിച്ചവരായിരുന്നു എന്ന് മാത്രമല്ല, പിന്നീട് നമുക്കറിയാം ആ ടെൻഡർ ആ കരാർ നടപടികൾ റദ്ദ് ചെയ്തതിന് ശേഷം ഏറെക്കാലം മുടങ്ങിപ്പോയി. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ശ്രീമാൻ നിതിൻ ഗഡ്കരിയുടേത്. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തറക്കല്ലിട്ട വ്യക്തിയാണല്ലോ ശ്രീമാൻ നിതിൻ ഗഡ്കരി. അദ്ദേഹം ഇപ്പോഴും കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാണ്. 1ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ശ്രീമാൻ നിതിൻ ഗഡ്കരിയുടെ ഒറ്റ ഇച്ഛാശക്തി, ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേര് മറച്ചു വെച്ചുകൊണ്ടോ മറന്നിട്ടോ അല്ല സംസാരിക്കുന്നത്, രാഷ്ട്രീയമായി എതിർചേരിയിൽ നിന്നയാളാണ് ഉമ്മൻചാണ്ടി എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രയത്നത്തെ കാണാൻ ഞാൻ അത്ര രാഷ്ട്രീയ അന്ധത ബാധിച്ച ആളൊന്നുമല്ല. ഉമ്മൻചാണ്ടി കൃത്യമായി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അപ്പോഴും നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന നേതാവിന്റെ, രാഷ്ട്രീയക്കാരന്റെ, മന്ത്രിയുടെ, ഭരണാധികാരിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഇന്ന് ഇവിടെ നിന്ന് വിഴിഞ്ഞത്തെ പറ്റി സംസാരിക്കുന്നത്. കാരണം അന്ന് നമുക്കറിയാം തൂത്തുക്കുടി പോർട്ടുമായി ബന്ധപ്പെട്ട് DMKക്ക് UPA സർക്കാരിൽ ഉണ്ടായിരുന്ന സ്വാധീനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് പോർട്ട് മന്ത്രാലയം, ഷിപ്പിംഗ് മന്ത്രാലയം DMKയുടെ കൈവശമാണ്. അവർക്ക്
തൂത്തുക്കുടിയാണ് അവർ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മന്ത്രാലയം. അത് കേന്ദ്ര സർക്കാരിന് തൂത്തുക്കുടി വന്നാലും വിഴിഞ്ഞം വന്നാലും ഒരു രാജ്യത്തെ ഏത് തുറമുഖം വരുന്നോ കേന്ദ്രത്തിന് ഒരുപോലെയാണ്. അപ്പൊ സ്വാഭാവികമായും അന്നത്തെ നിതിൻ ഗഡ്കരിയുടെ ഒറ്റ ഇടപെടൽ ഇതിന് കേരള സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുമായി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള എല്ലാ അനുമതികളും എൻവയോൺമെന്റൽ ക്ലിയറൻസ് അടക്കമുള്ള അനുമതികൾ റദ്ദാക്കുകയും ഓൾട്ടർനേറ്റീവായിട്ടുള്ള മറ്റൊരു തുറമുഖത്തിന് വേണ്ടി ആലോചിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾക്ക് അല്പസമയം കൂടി അനുവദിക്കുകയാണ് എന്ന നിതിൻ ഗഡ്കരിയുടെ ഇടപെടലാണ് ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഈ തീരുമാനമെടുപ്പിച്ചത്. പിന്നീട് നടന്ന ചരിത്രമാണ്, ഞാനത് പറയുന്നില്ല, നമുക്കറിയാം. അങ്ങനെയാണ് അദാനി എന്ന അന്ന് തന്നെ രാജ്യത്ത് 6ഓളം തുറമുഖങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വലിയ കമ്പനിയാണ് അദാനി. ഇപ്പൊ അദാനിയെ നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ അളിയനായിട്ടൊക്കെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത്. അവർ കണ്ടോട്ടെ, നമുക്കതൊരു വിഷയമൊന്നുമില്ല. പക്ഷേ അദാനി വന്നില്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം തുറമുഖം നടക്കുമായിരുന്നോ? എന്തായിരുന്നു അന്നത്തെ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ്? കടൽ കൊള്ള എന്ന വെണ്ടയ്ക്ക എന്നാണോ മത്തങ്ങ എന്നാണോ പറയേണ്ടതെന്ന് അറിയത്തില്ല. ദേശാഭിമാനിയുടെ, എനിക്ക് തോന്നുന്നു ദേശാഭിമാനിയുടെ പ്രസിൽ നിന്നും അവരുടെ പത്രം അടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഹെഡിങ് അതാണെന്ന് തോന്നുന്നു. അത്രയും വലിയ എന്താ പറയുക, EMS മരിച്ചപ്പോഴോ നയനാരി മരിച്ചപ്പോൾ പോലും നിരത്താത്ത മത്തങ്ങ നിരത്തിയല്ലേ അന്ന് ദേശാഭിമാനി ഈ വിഴിഞ്ഞം തുറമുഖത്തെ എതിർത്തത്. കടൽ കൊള്ള എന്ന വലിയ ഹെഡിങ്ങോടുകൂടി അദാനിയുടെ വികൃതമായ കാരിക്കേച്ചറൊക്കെ വരച്ചുകൊണ്ട് ഇപ്പോഴെന്താണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ ഹെഡിങ് കണ്ടപ്പോൾ എന്താണ് വികസന വസന്തം എന്തോ ഞാൻ ഓർക്കുന്നില്ല ആ ഹെഡിങ്. ഇന്ന് അവർ വലിയ പുരപ്പുറത്ത് കയറി നിന്ന് വിളിച്ചു പോവുകയാണ്. അപ്പൊ അദാനിയെ കേരളത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ല. 600-6000 കോടി, എനിക്ക് സംഖ്യ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, 600 കോടിയുടെ എന്തോ അഴിമതിയാണ് അദാനിയുമായി കരാറിൽ ഒപ്പിട്ടതിൽ എന്ന് ആരോപിച്ചവർ, എന്ന് കേരളത്തിലെ സ്തംഭിപ്പിച്ചവർ എത്ര കാലം ഇവർ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്തു. അപ്പൊ ഇന്നെന്തോ വലിയ കാര്യമായി ഞങ്ങൾ ഇത് എന്ത് നടപ്പാക്കുന്നു? ഈ കരാറിൽ കൃത്യമായി ഉണ്ട്. നമുക്കറിയാം ഏതൊരു സർക്കാരും ഒപ്പിടുന്ന കരാർ പാലിക്കാൻ കോൺസിക്യൂട്ടീവായിട്ട് വരുന്ന, തുടർച്ചയായി വരുന്ന അടുത്ത സർക്കാരിന് ബാധ്യതയുണ്ട്. സ്വാഭാവികമായി ഉമ്മൻചാണ്ടി ഒപ്പിട്ട കരാറായതുകൊണ്ട് പിണറായി വിജയൻ റദ്ദാക്കാൻ അവകാശമില്ലല്ലോ. കാരണം കേരള ഗവൺമെന്റ് ആണ്, ഉമ്മൻചാണ്ടി അല്ലല്ലോ ഒപ്പിടുക, ചീഫ് സെക്രട്ടറി അല്ലേ ഒപ്പിടുക. അപ്പോൾ കേരള ഗവൺമെന്റ് ഒപ്പിട്ട കരാർ തുടർന്നു കൊണ്ടുപോയത് എന്തോ വലിയ ഔദാര്യമായിട്ടാണ് ഇന്നിപ്പോഴത്തെ ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നിട്ട് ആ ഔദാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളാണ് എന്ന് ഇതിന്റെ മേനി നടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്, ഈ ഛർദിൽ വാരി ഭക്ഷിക്കുക എന്ന് നാട്ടിലൊരു ചൊല്ലുണ്ട്. അത് കൃത്യമായി ചെയ്തവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ. ഇതിനെതിരെ രംഗത്ത് വരിക, അദാനിയെ കടൽ കള്ളൻ. ഞാൻ തിരിച്ചു വരാം, സമയം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു, ഞാനും കേട്ട് രസിച്ചിരിക്കുകയാണ്.